ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലി കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അതല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടൊക്കെ കഴിക്കാട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് വേറെ കറിയോ ചട്നിയോ ഒന്നിൻ്റെയും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഇഡ്ഡലി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർക്കണമെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിലൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത്. കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം വളരെ കുറച്ച് മാത്രം മതി. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക. കടുകും ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് 2 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊന്ന് മാറി വരട്ടെ. ഇതിൻ്റെ കളറൊന്ന് മാറി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് വലിയൊരു സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു സവാളൊക്കെ നല്ലോണമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴന്ന് വരട്ടെ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലൊക്കെ ചേർത്ത് കുറച്ച് നേരം നല്ലോണമൊക്കെ ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചുവക്കെ ഒന്ന് പോണ വരയ്ക്കും വേണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് സവാള നല്ലോണമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ ഞാനിത് കുറച്ച് നേരം നല്ലോണമൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ചേർക്കാം. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഗരം മസാല പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഗരം മസാല പൊടി ചേർക്കുകയാണെങ്കിൽ 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലിയിൽ ഉപ്പൊക്കെ ഉള്ളതല്ല, അപ്പോൾ അതുകൊണ്ടാണ് മസാലയിൽ കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എല്ലാം കൂടെ നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരല്പം മല്ലിയില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാല ഇഡ്ഡലി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ബാക്കിയൊക്കെ വന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ചായക്കൊപ്പം കഴിക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ കറിയോ ചട്നിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് വെറുതെ കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണേ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.